കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞ് കടവൊഴിഞ്ഞ് കാലവും കടന്നുപോയി. ഒരു പാട്ട്. സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി ഇതുപോലെ കാത്തിരുന്ന് കാത്തിരുന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസവും കടന്നു പോകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. 23-നാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ അവസാന തീയതി. കെ സുധാകരൻ്റെ വാശിക്ക് മുന്നിൽ തട്ടിത്തടഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക. കെ സുധാകരൻ എംപിക്ക് സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഉണ്ടില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുഖ്യ എതിരാളി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇടതു സ്ഥാനാർത്ഥികളിൽ പലരും പത്രിക നൽകി കഴിഞ്ഞു, പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് കെ സുധാകരൻ വിരട്ടിയതോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥയിൽ ഹൈക്കമാൻഡ് നിൽക്കുന്നത്. ഒന്നുകിൽ സീറ്റ് കൊടുത്ത് പ്രശ്നം പരിഹരിക്കണം, അല്ലെങ്കിൽ പറ്റില്ലെന്ന് ഉറപ്പിച്ചു പറയണം. പിന്നീട് സുധാകരൻ എന്തു ചെയ്താലും അതിനെ നേരിടണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത അഴകുഴമ്പൻ നിലപാടുമായി വഴുതി കളിക്കാൻ പറ്റിയ സമയമല്ലിത്. എങ്ങനെയും ഭരണം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെ നോക്കിയാണ് ഈ നേതാക്കൾ കൊഞ്ഞണം കുത്തി കാണിക്കുന്നത്. പണ്ട് ഇതിലും വലുതൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന കഥയൊന്നും ഇനി ഇക്കാലത്ത് ഓടില്ല. തഴമ്പിൻ്റെ കഥയൊക്കെ എന്നേ മാഞ്ഞു പോയതാണ്. സുധാകരൻ വിമതനായി മത്സരിച്ചാൽ പരമാവധി 4 or 5 സീറ്റിലാവും അതിൻ്റെ തിരിച്ചടി ഉണ്ടാവുക. പക്ഷേ പ്രഖ്യാപനം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുക വഴി 40ഓളം മണ്ഡലങ്ങളിലെ ജയസാധ്യതയാണ് ഇത് ചോദ്യചിഹ്നമാക്കുന്നത്. സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങുമോ?